ആകാശവാണി കവരത്തി യുവവേദി. ആകാശവാണി കവരത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും മിമിക്രി ആർട്ടിസ്റ്റും കോഴിക്കോട് സ്വദേശിയുമായ ശ്രീ ജലാൽ മാഗ്നസ്. കല്ലായിലൊരു പെണ്ണുണ്ട് എന്ന പ്രശസ്ത ഗാനത്തിലൂടെ നമുക്കേവർക്കും സുപരിചിതനായ ശ്രീ ജലാൽ മാഗ്നസിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹായ്, ഹലോ, ഹൗ ആർ യു? നിസാമുദ്ദീൻ ഭായ്, പ്രത്യേകിച്ച് യുവവേദി എന്ന് പറയുന്ന ലക്ഷദ്വീപിലുള്ള ഈ ഒരു റേഡിയോ പ്രോഗ്രാമിൽ സംസാരിക്കാൻ പറ്റിയതിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. അതിനപ്പുറത്ത് ഞാനൊരു പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് സിംഗർ അല്ല. മാപ്പിളപ്പാട്ടുകൾ പണ്ടുള്ളൊരു പാടിയിട്ടുള്ള 2-3 പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ പാടിയിട്ടുള്ളതൊക്കെ ആൽബം സോങ്സ് ആണ്. എന്തായാലും അതിനെയൊക്കെ നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെട്ട് നമ്മളെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരുപാട് മലയാളികൾക്കിടയിൽ കലാകാരന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലക്ഷദ്വീപിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം പറയാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു പരിപാടിയെ ഞാൻ കാണാണ്. താങ്ക് യു. ഈ പരിപാടിയിൽ നിങ്ങളെപ്പോലുള്ള ഒരു പ്രശസ്ത കലാകാരനെ പങ്കെടുപ്പിക്കാൻ പറ്റിയത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഞങ്ങളുടെ ലക്ഷദ്വീപിലെ ഒരുപാട് പേര് നിങ്ങളുടെ ഗാനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ പ്രശസ്ത ആൽബം സോങ്ങായ കല്ലായിലൊരു പെണ്ണുണ്ട് എന്നുള്ള പാട്ട് നമുക്ക് ഇന്നും വീടുകളിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് കിട്ടുക എന്നുള്ളത് തന്നെ വളരെ വലിയ കാര്യമാണ്. ഈ രംഗത്തോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് ഈ കലാജീവിതത്തിന് തുടക്കമിട്ട ഒരാളാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണല്ലേ? അതെ അതെ, നിത്യമായി. പിന്നെ അവിടെ നിന്ന് പിന്നെ 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള മിമിക്രി ട്രൂപ്പിൽ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പോയി തുടങ്ങി. പിന്നീട് ഈ മിമിക്രി കാസറ്റുകളൊക്കെ ഇങ്ങനെ ഇറക്കി. പിന്നെ അവിടുന്ന് മാപ്പിളപ്പാട്ട് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി. അവിടുന്ന് എൻ്റെ ഫാദറിന്റെ അനിയൻ ചെയ്ത ഒരു വീഡിയോ ആൽബത്തിനകത്ത് ഷാഫി അഭിനയിക്കുകയും ആ ഒരു വീഡിയോ ഞാനും അഭിനയിച്ച് മാർക്കറ്റിലിറക്കി. അതിനുശേഷം ദിൽഹൈ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്, അങ്ങനെ ഒരു ആശയം ഷാഫിയും ഞാനും ഒക്കെ കൂടെ ചേർന്ന് ഒരു വർക്കാക്കി കേരളത്തിന് സമർപ്പിച്ചപ്പം അതിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് ഇന്ന് പാട്ട് പാടാൻ വരെ ഒരു പാട്ടുകാരനിൽ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകൾ ശ്രോതാക്കൾക്ക് കേൾക്കാനായി കാത്തിരിപ്പുണ്ട്. നമുക്കൊരു നല്ലൊരു ഗാനം ആലപിച്ചാലോ? തീർച്ചയായിട്ടും. ഞാൻ അതിനകത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ നസീമുദ്ദീൻ ഭായ് ലക്ഷദ്വീപുകാരനല്ലേ? അതെ അതെ. നിങ്ങളുടെ ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ള പാട്ട് ഏതാണ് നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞു തരും? അത് കല്ലായിലൊരു പെണ്ണുണ്ട് എന്നുള്ള പാട്ട് തന്നെയാണ് ഞങ്ങൾ കൂടുതലും കേട്ടത്. തീർച്ചയായിട്ടും. ആ പാട്ട് നമ്മുടെ ഒരുപാട് പേർക്ക് പരിചയമുള്ള പാട്ടാണ്. ഓക്കെ, എന്തായാലും ആ ഒരു പാട്ട് പാടിയിട്ട് 17 വർഷം കഴിഞ്ഞ് എൻ്റെ ഒരു അറിവില്. പക്ഷെ ഇപ്പോഴും പുതിയ കുട്ടികൾ അത് പാടുമ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലൊക്കെ അത് പ്ലേ ചെയ്യുന്ന സമയത്തും പണ്ട് നമ്മൾ അനുഭവിച്ചത് രണ്ടാമത് റിപ്പീറ്റ് അടിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അത് ഭയങ്കരമായിട്ടും സന്തോഷം തോന്നി. പണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഒരു പ്രോഫിറ്റ് ആണ് ഇന്ന് നമുക്കുള്ള ഈ പുതിയ ആളുകൾ വരുന്നതും. അതിന്റെ ഉത്തരവാദികളൊക്കെ പണ്ട് നമ്മളെ കൊണ്ടാടുന്ന നമ്മളെ ഇഷ്ടപ്പെട്ട പ്രോത്സാഹിപ്പിച്ചവർക്ക് തന്നെയാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും. അതെ അതെ, നിങ്ങളുടെ ജനങ്ങളെ ആ പാട്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അന്ന് പാടിയിട്ടുള്ള ആ ഒരു ഫീലോ ആ ഒരു വോയിസോ ഉണ്ടാവുന്നെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും ഞാനത് പാടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, പൂവിന്നിതളെന്നുയിര, കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളെന്നും പത്തരമാറ്റാണ്, കണ്ണിലിതെന്നും നിൻമുഖമാ, ചുണ്ടിലിതെന്നും തേനിശല, കവിതകൾ എഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു, വെള്ളി നിലാവിൽ മിന്നും പോലെ, വെള്ളി നിലാവിൽ മിന്നും പോലെ, കാഞ്ചനവനിയിലെ രാജകുമാരി, കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴ കല്ലാണേ, മനസ്സിൽ നിറയും പൂവാണ്,
പൂവിന്നിതളെന്നുയരാ. വളരെ നന്നായിട്ടുണ്ട്. കണ്ണടച്ച് പിടിച്ച് പാടിയതാ, ഒന്നും നോക്കിയില്ല. ഇപ്പം ഇതാണ് ഇപ്പം ഇനി പുതിയ എന്തെങ്കിലും ആൽബം ചെയ്യുന്നുണ്ടോ ഇപ്പം? പുതിയ ഇപ്പൊ ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് ചെയ്ത്, ഏ, പിന്നെ ഇപ്പൊ അതിന്റെ തൊട്ട് മുന്നേ ലാല എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറക്കി. അതിപ്പോ അത്യാവശ്യം ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു പാട്ട് നമുക്ക് പാടിയാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കണ്ണീറൊന്ന് തന്നോളെ, നെഞ്ചിൽ താളം തീർത്തോളെ, കനവായി ഇന്ന് പെയ്തോളെ, നോട്ടമെറിഞ്ഞോളെ. കണ്ണീറൊന്ന് തന്നോളെ, നെഞ്ചിൽ താളം തീർത്തോളെ, കനവായി ഇന്ന് പെയ്തോളെ, നോട്ടമെറിഞ്ഞോളെ. ഇഷ്കിന്റെ ചാരത്ത് ഇഷ്ടക്കനി നീയൊത്ത്, മംഗല്യപ്പട്ടും ചൂടി വരുന്നൊരു കാലത്ത്, ഞാൻ നിന്റേതാകാനായി, നാളേറെ കാണാനായി, മോഹങ്ങൾ പറയാനായി വരുന്നൊരു മണവാളൻ. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു? ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയത് ഞാൻ കോഴിക്കോട് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്കൂളുണ്ട്, MMH എന്ന് പറയും. ഒരുപാട് വർഷക്കാലം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിലാണ് ഈ കല്ലായി എന്നുള്ള പാട്ട് ഞാൻ, കല്ലായി ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ അതിന്റെ ട്രാക്ക് ഇട്ടിട്ട് ഫസ്റ്റ് പാടിയത്. അന്ന് കിട്ടിയ ആ ഒരു പ്രോത്സാഹനവും ഇഷ്ടവും കയ്യടിയും ഒക്കെ ഇന്നും മറക്കൂല. അതെ, അതൊക്കെയാണ് നമുക്ക് പ്രചോദനമായി ഈ നിലയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോ ഒരു 18 വർഷത്തിന് ശേഷം ആ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരും കേട്ടിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ എന്നെ പോലും അറിയാത്ത, അധികം ആളുകൾ അറിയാത്ത ഒരു പാട്ട് ഞാൻ അന്ന് അവിടെ പാടിയിട്ട്, അത് അന്ന് അവിടെ പോയത് ദിൽഹേ ഫാത്തിമയ്ക്കകത്ത് അഭിനയിച്ച ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ്. അവിടെ മുതൽ പിന്നീട് ഷാഫി ചെയ്തിട്ടുള്ള പാട്ടുകളും അല്ലാത്ത കുറെ പാട്ടുകളൊക്കെ പാടി ഒരു മിമിക്രി കലാകാരൻ എന്നതിൽ നിന്നും ഒരു പാട്ടുകാരനിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ഏതായാലും മിമിക്രി കലാകാരനായത് കൊണ്ട് തന്നെ കുറച്ച് മിമിക്രികൾ നമുക്ക് പരിചയപ്പെടുത്തിയാലോ? തീർച്ചയായിട്ടും. ഓക്കെ. എനിക്ക് ഈ കുറെ മിമിക്രി നമ്മൾ കേട്ടിട്ടുള്ള ഇപ്പൊ അബീക, ദിലീപ്, ഹരിശ്രീ മാർട്ടിൻ ഇവരൊക്കെ ചെയ്തിട്ടുള്ള പണ്ടത്തെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, മാവേലിക്കുമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാസറ്റുകളില്ലേ, ആ കാസറ്റുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ശബ്ദം ഞാൻ ജസ്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനിപ്പോ അവതരിപ്പിച്ച് കേൾപ്പിക്കാം. ഓക്കെ. അത് ലൈവായിട്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കണ നസീബുദ്ദീൻ ഭായി വിളിച്ചിട്ട് യുവേദി എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ ഈ ഒരു ആകാശവാണി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറെ ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഒരുമിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്നസെന്റും ജഗതിയാണ് തുടക്കമിടുന്നത്, മാവേലിൻ ഡ്യൂപ്പൊക്കെ ആയിട്ട്. ഡ്യൂപ്പെ നമ്മൾ എവിടെയായി എത്തിയിരിക്കണെന്ന് നോക്കിയേ. തിരുവേദി ലക്ഷദ്വീപിലെ യുവവേദിയിൽ വന്ന് ഗസ്റ്റ് ആയിട്ടിരിക്കാൻ. ആ നസീബുദ്ദീൻ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പം ഞാൻ കാര്യമായിട്ട് പറയാ, എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും പഠിച്ചോന് കുറെ നേരായിട്ട് നിങ്ങൾ എല്ലാരും വർത്താനം പറഞ്ഞു കുത്തിരിക്കുകയാണല്ലോ, എന്താണ് കഥ മനസ്സിലാവണില്ല. പഠിച്ചോന് നമ്മളെ ലക്ഷദ്വീപിന്ന് നസീബുദ്ദീൻ വിളിച്ചിട്ട് ആകാശവാണി യുവവേദിയിൽ പങ്കെടുക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് എന്താണ് പുള്ളികളെ നിങ്ങൾ മുണ്ടാണ്ടിരിക്കുന്നത്, ഒരു പാട്ട് പാടുന്നേ. എല്ലാവരോടും കൂടെ ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടാൻ പറ്റില്ല. അല്ലട്ടാ, അത് കുറെ നേരമായല്ലോ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്, ഒരു പാട്ടൊക്കെ പാടണ്ടേ? ഈ അപ്പൂപ്പിനെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചില്ലല്ലോ. ഏതായാലും എല്ലാവർക്കും ഞങ്ങൾക്ക് നമസ്കാരമുണ്ട്. അപ്പൊ ഞാൻ പറയാതിരിക്കാൻ വയ്യ, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്തേ? അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല അങ്ങോട്ട് കേട്ടാ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി പ്രശസ്തനാവാൻ പോവാണ്. സന്തോഷായി. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടില് ഉമ്മ, വല്യമ്മ, 3 അനിയൻ, 1 അനിയത്തി, പിന്നെ വൈഫ്, 3 കുട്ടികള്. ഒരു കൂട്ടുകുടുംബാണ്. കൂട്ടുകുടുംബാണ്. അത് എപ്പോഴും നല്ലതാണ് കൂട്ടുകുടുംബം. ഇന്നത്തെ കാലത്ത് അത് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു സമയമാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഈ ലക്ഷദ്വീപിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ലക്ഷദ്വീപില് ഞാന് നമ്മുടെ ഈ പാട്ടില്ലേ, ഇന്നും എന്റെ ഓർമ്മകളിൽ, കലാലയം എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ള, ഷാഫി പാടിയിട്ടുള്ള ആ വർക്കിൽ പാട്ട് എഴുതിയിട്ടുള്ള ഷഫീഖ് റഹ്മാൻ ഉണ്ട്. അവൻ വർക്കിന് ശേഷം എനിക്ക് വേണ്ടി എഴുതുന്നൊരു പാട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് ആന്ധ്രത്തില് വെച്ച് ഷൂട്ട് ചെയ്ത്, അന്ന് ഞങ്ങളൊരു 10-12 ദിവസം അവിടെ പെട്ടുപോയി, തിരിച്ചു പോകാൻ പറ്റാതെ. കപ്പൽ കിട്ടാതെ തുടങ്ങിപ്പോയല്ലേ?
കപ്പിൽ കിട്ടാതെ. പക്ഷെ അതിനുശേഷം പിന്നെ മൂത്തോന്റെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ. അത് ആന്ധ്രോത്തും കവരത്തി 2 സ്ഥലത്ത് ഗാനമേള ഓ, കവരത്തിൽ വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്. അവിടുത്തെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അവിടെ ഒരു ചെറിയ നമ്മൾ താമസിക്കാൻ വേണ്ടി നമുക്ക് സെറ്റ് ചെയ്ത സ്ഥലത്ത് ഒരു വ്ളോഗറൊക്കെ ഉണ്ട്, സാധിക്കോ? ആ, അതെ അതെ അതെ. അവനൊക്കെ അന്ന് ഉണ്ടായിരുന്നു, പരീക്കുട്ടി ആ ഗ്യാങ്ങില്. ആ. അപ്പൊ അവിടെ താമസിക്കുന്നതിന്റെ അടുത്ത് ചെറിയൊരു പള്ളിയുണ്ട്, ചെറിയ റൂം പോലത്തെ. ഉം. അവിടെ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പള്ളിയിൽ ഒരു തെക്കാവിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ പള്ളിയിലാണ്. അപ്പം അതൊക്കെ മറക്കാനാവാത്ത അനുഭവങ്ങളാണല്ലേ. ആ, അത് നമ്മുടെ ലൈഫിൽ അത് വേറിട്ടിട്ടൊരു സംഭവമല്ലേ. അതെ അതെ അതെ. അപ്പൊ ലുഹറിനോ അങ്ങനെ എന്തോ സംഭവത്തിൽ ഞാൻ ബാങ്ക് കൊടുത്തത് ഇന്നും മറക്കൂല, മാഷാ അല്ലാ. ആ. അപ്പം ഏതായാലും താമസം, ഫുഡ്, കുറെ സുഹൃത്തുക്കള്. ഏതായാലും ഞങ്ങളുടെ ഒരു ലക്ഷദ്വീപ് കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം അല്ലേ. തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കൂല. പിന്നെ നമ്മൾ വന്ന സമയത്തൊക്കെ നമ്മള് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലൈഫ് സ്റ്റൈലാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ട് പഠിച്ചതും മനസ്സിലാക്കിയതും. ഇന്നും അത് നമ്മൾ ചർച്ച ചെയ്യും. അതെ അതെ. കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിലും കാലത്തിനൊക്കെ മാറ്റം വരുമ്പം കൂടെ നാടും മാറും. അതെ, അത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. ഈ രംഗത്തേക്ക് വരുമ്പോൾ നേരിട്ട വെല്ലുവിളികളൊക്കെ എന്തൊക്കെയാണ്? ഈ എല്ലാ ഫീൽഡും നമ്മുടെ ലൈഫില് ഇപ്പൊ നമ്മള് മനുഷ്യനായിട്ട് പിറന്ന എല്ലാവർക്കും അവരുടെ ലൈഫില് എതിരാളികൾ ഉണ്ടാവും, ശത്രുക്കൾ ഉണ്ടാവും, എന്താ പറയാ, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം ഉണ്ടാവും. അത് ഈ ലോകത്ത് സംഭവിക്കേണ്ട, നിർബന്ധമായിട്ടും സംഭവിച്ചു പോകേണ്ട ഒരു സംഭവമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഈ ലോകത്ത് മൊത്തം നല്ല മനുഷ്യർ മാത്രമാണെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോകില്ല. അപ്പോ അതേപോലെ തന്നെയാണ് കലാലോകത്ത്. നല്ലോണം പ്രയാസപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാൽ നല്ലോണം ഉണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. അതെ, അതൊക്കെ കടന്ന് നമ്മൾ നല്ലൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതില് കലാ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താ വെച്ചാല്, ഞാൻ 10-25 വർഷമായെന്ന് പറഞ്ഞില്ലേ, പടച്ചോൻ നമ്മുടെ സൃഷ്ടാവ് എന്താണ് എന്നറിയാൻ എനിക്ക് ഒരു കാരണമായിട്ട് മാറി. എന്റെ ലൈഫിൽ പകുതി സ്ഥലത്ത് വെച്ചിട്ട് എന്താണ് റബ്ബ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു അവസരം ഈ ഫീൽഡിൽ നിന്നും കിട്ടിയ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തിരിച്ചറിവുണ്ടായി. അതില് ഇന്ന് ഏറ്റവും എന്താ പറയാ, നമ്മള് കടപ്പെട്ടിരിക്കുന്നതും നമ്മൾ മരണം വരെയും മരണത്തിന് ശേഷം നമ്മുടെ രാജാവും നമ്മുടെ എന്താ പറയാ എല്ലാം പടച്ചവനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് അങ്ങനെ അതിലേക്ക് എത്താൻ കാരണം ഈ ഫീൽഡിൽ നിന്നും കിട്ടിയ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ആ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ തന്നത് റിയൽ ആയിട്ടുള്ള പടച്ചവനെ കണ്ടെത്താനുള്ള ഒരു വഴിയിലേക്കുള്ള ഒരു മധുരം നിറഞ്ഞ പ്രയാസമേറിയ ഒരു കുറച്ച് സമയം. അതിനെ അങ്ങനെയാണ് പ്രയാസങ്ങളൊക്കെ കാറ്റിപ്പറത്തി പോകണം. അതിനൊന്നൊരു വാല്യൂ ഇല്ല. നമ്മുടെ ശ്രമങ്ങളിലാണ് വിജയം എന്നല്ലേ. തീർച്ചയായിട്ടും. പിന്നെ പുതുതായി ഇപ്പൊ അടുത്ത് ഇറക്കിയ എന്തെങ്കിലും ഗാനങ്ങളുണ്ടോ? പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ സിനിമാ നടൻ ബിബിൻ ജോർജ് ഇല്ലേ, ബിബിൻ ജോർജും ഞാനിവിടെ പാടുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്ക്. ഇത് റിലീസായോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോ ആദ്യമായിട്ടാണ് അത് ഇങ്ങനെ ഒരു പൊതു പരിപാടിയിൽ പറയുന്നത്. അതാണിപ്പോ പുതുതായിട്ട് ഇറങ്ങാനുള്ള. പിന്നെ പണ്ടത്തെ ഒരു പാട്ടില്ലേ, തെക്കേലെ പാത്തും താത്താന്റെ മോൾക്ക് വെക്കുന്നൊരു മാപ്പിള വന്ന്, അതിപ്പോ റീമേക്കില് രണ്ടാമതും പാടിയുണ്ട്. അത് ഗാലറീഷൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് കമ്പനിക്ക് വേണ്ടിയിട്ട് പാടിയുണ്ട്. ആ പാട്ടൊന്ന് പാടാവോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ കേട്ട പാട്ടാണ്, ബാപ്പു വള്ളിപ്പറമ്പ് എഴുതിയ പാട്ടാണ്. ഇപ്പോഴത്തെ തലമുറയിൽ അത് വരെ ആ പാട്ട് ചെയ്തിട്ട് ഇപ്പം മാർക്കറ്റിലുണ്ട്. അപ്പം അവരാണ് അതിന്റെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് പാടാനുള്ള ഒരു അവസരം കിട്ടി. അത് പാടാം. തെക്കേലെ പാത്തും താത്താന്റെ മോൾക്ക് വെക്കുന്നൊരു മാപ്പിള വന്നേ, കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്, കൊതിയോടെ വീട്ടില് വന്നേ, പത്തുമ്മത്താത്താന്റെ പുന്നാരപ്പൂമോളെ കണ്ടവർ നേരെ തിരിച്ചേ, പത്തുമ്മത്താത്താന്റെ പൊന്നാരപ്പൂമോളെ കണ്ടവർ നേരെ തിരിച്ചേ, പണവും പറഞ്ഞിടേണ്ട പണ്ടം പറഞ്ഞിടേണ്ട കെട്ടുവാനന്നു മുറച്ചേ, തെക്കേലെ പത്തുമ്മത്താത്താന്റെ മോൾക്ക് തെക്കുന്നൊരു മാപ്പിള വന്നേ, കാണാനും ചൊങ്കനാണ്, അബുദാബിക്കാരനാണ്,
കൊതിയോടെ വീട്ടിൽ വന്നേ. ആ സൂപ്പറാണ്. ഓ, നമ്മുടെ ഈ പാട്ട് ഒരു എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെ. അതെ അതെ, ഇത് നമ്മുടെ ദീപുകാർക്ക് പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി, അത് കേട്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഒരുപാട് ശ്രോതാക്കളുണ്ട് ആകാശവാണി കവരത്തിയുടെ. കൂടുതലും നമ്മുടെ ഉമ്മമാരാണ് കൂടുതലും ഈ ആകാശവാണി കവരത്തിയുടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ പ്രോഗ്രാം. തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു പാട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യണമെന്നും കൂടി എൻ്റെ ഒരു റിക്വസ്റ്റ്. തീർച്ചയായിട്ടും. ഇനി എന്തെങ്കിലും നല്ല പാട്ടുകളുണ്ടെങ്കിൽ ഒന്നുകൂടി പാടാം. ആ ഒരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, പാടിക്കോ. അപ്പൊ എന്തായാലും ഈ ഒരു യുവവേദി എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഉമ്മമാർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം. ഞങ്ങളെപ്പോലുള്ള ഷാഫി ആണെങ്കിലും താജുബി ആണെങ്കിലും സലീമാണെങ്കിലും ആബിദ് കണ്ണൂർ അതുപോലത്തെ മാപ്പിളപ്പാട്ട് പാട്ടുകാരൊക്കെ ആൽബം പാട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ ഫാമിലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതിലുപരി നസീബുദ്ദീൻ ഭായിക്കും ആകാശവാണിക്കും പിന്നെ യുവവേദി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ എല്ലാ പിന്നിലുള്ളവർക്കും ഒരു പാട്ട് പാടിയിട്ട് എന്തായാലും ഈ ഒരു പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ പാടിയിട്ടുള്ള ഒരു കോഴിക്കോട് സ്റ്റൈലിലുള്ളൊരു പാട്ടാണ്, അത് പാടാം. കുറച്ച് പൈസ മൊക്കെ കിട്ടിക്കണ്, ഞമ്മള് സ്വപ്നം കണ്ടിക്കണ്, ശീടം മൊബൈല് വാങ്ങിക്കണ്, ഞെക്കി കുത്തി ഹലോ ഒന്ന് പറഞ്ഞിക്കണ്, കോളൊന്ന് വന്നിക്കണ്, ലക്ഷദ്വീപ് വിളിച്ചിക്കണ്, യുവവേദിന്ന് പറഞ്ഞിക്കണ്, പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിക്കണ്, നസീബുദ്ദീൻ പറഞ്ഞിക്കണ്, ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിക്കണ്, ഞമ്മള് പാട്ടൊക്കെ പാടിക്കണ്, ഉമ്മച്ചിക്ക് ഇഷ്ടാവും പറഞ്ഞിക്കണ്, ഒരുപാട് ആളെ കേക്കുണ്ട് പറഞ്ഞിക്കണ്, കൊറേ ആള് പൊട്ടി പൊട്ടി ചിരിച്ചിക്കണ്, ഇൻഷാല്ല വരുന്ന് പറഞ്ഞിക്കണ്, ദ്വീപ് കാണാൻ എത്തുന്നു പറഞ്ഞിക്കണ്, നമ്മള് പരിപാടിയിൽ വന്നിക്കണ്, നിങ്ങളെ വർത്താനം കേട്ടിക്കണ്, അതിന് നമ്മള് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിക്കണ്, നമുക്ക് സന്തോഷമായിക്കണ്, ഒരുപാട് ഒരുപാട് താങ്ക് യു പറഞ്ഞിക്കണ്. ഞങ്ങളുടെ ഈ യുവവേദിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് പ്രശസ്ത ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമായ കോഴിക്കോട് സ്വദേശി ശ്രീ ജലാൽ മാഗ്നസ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.